വാർത്തയിലേക്ക് വിശദമായി. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഉൾപ്പെട്ട നിഖിൽ തോമസിനെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എസ്എഫ്ഐ പുറത്താക്കിയിരിക്കുന്നു. നിഖിൽ സംഘടനയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ, സെക്രട്ടറി PM ആഷോ എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു. മാഫിയ സംഘത്തിന്റെ സഹായത്തോടെ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്ന ഒട്ടനേകം ചെറുപ്പക്കാരിൽ ഒരാളായി നിഖിൽ തോമസും മാറിയെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്തായാലും ഇന്നലെ രാവിലെ വരെ പിന്തുണച്ച ആളെയാണ് ഇപ്പോൾ എസ്എഫ്ഐ നേതൃത്വം തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. എസ്എഫ്ഐ നേതൃത്വം നിഖിലിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നിഖിലിനെ പുറത്താക്കിയിരിക്കുകയാണ്. ഐശ്വര്യ അനിൽ വിവരങ്ങളുമായി ചേരുന്നു. ഐശ്വര്യ, ഒടുവിൽ നിഖിലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എസ്എഫ്ഐ, ഒപ്പം നടപടിയും എടുത്തിരിക്കുന്നു. ഈ വാർത്താക്കുറിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്? രേണുക, വലിയ സമ്മർദ്ദം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങൾക്കൊടുവിൽ ഇന്നലെ രാവിലെ ഈ ആർഷോ മാധ്യമങ്ങളെ കണ്ടപ്പോഴുമൊക്കെ നിഖിലിനെ തള്ളിപ്പറയാൻ ആർഷോ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ കലിംഗയിൽ നിന്ന് നൽകിയത് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണ് എന്ന് എടുത്തു പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷമാണ് പിന്നീട് കേരള സർവകലാശാല VC-യുടെ പ്രതികരണം വരികയും കാര്യങ്ങളെല്ലാം തകിടം മറിയുകയും ചെയ്തത്. അത് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ SFI കടുത്ത പ്രതിരോധത്തിലായപ്പോൾ ഈ നിഖിൽ തോമസിനെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി SFI അറിയിച്ചിരിക്കുന്നത്. കായംകുളം മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന നിഖിൽ തോമസിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉയർന്നു വന്ന ഘട്ടത്തിലാണ് SFIയുടെ മുഴുവൻ ഘടകങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് വിശദീകരണം, അതായത് നിഖിലിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ സംഘടനയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ വിശദീകരണം നിഖിൽ നൽകിയത് എന്നുള്ളതാണ് SFI പറയുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾ, അതായത് നിഖിൽ സംഘടനയ്ക്ക് നൽകിയ സർട്ടിഫിക്കറ്റുകളിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് മാത്രമാണ് എന്തെങ്കിലും പരിശോധന നടത്തുവാനുള്ള സാധ്യത SFIക്ക് മുൻപിൽ ഉണ്ടായിരുന്നത്. ഇത് പരിശോധിച്ച സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ റെഗുലറായി കോഴ്സ് പൂർത്തീകരിക്കാൻ നിഖിൽ തോമസിന് എങ്ങനെ സാധിച്ചു എന്ന ആശങ്ക SFI സംസ്ഥാന കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. അത് മാധ്യമങ്ങളോട് പങ്കുവച്ചതാണ്. ഇക്കാര്യങ്ങൾ വീണ്ടും ഒരു പരിശോധന നടത്താൻ ഒരു വിവരാവകാശം നൽകുക മാത്രമായിരുന്നു SFIക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരമൊരു മാർഗമാണ് SFIയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഇതും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞാണ്. പക്ഷേ ഇക്കാര്യങ്ങൾ ഈ പത്രക്കുറിപ്പിൽ പറയുമ്പോഴും ഏറ്റവും എടുത്ത് നമുക്ക് പറയേണ്ടത്, ആർഷോ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാവിലെ തറപ്പിച്ചു പറഞ്ഞതാണ് ഈ കലിംഗ സർവകലാശാലയിലെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണ്, അതിൽ ഒരു സംശയവും SFIക്ക് ഇല്ല എന്ന് പറഞ്ഞ അത് SFI ആകെ ഈ പ്രശ്നത്തിൽ നിറം കെടുത്തുന്നതും പ്രതിസന്ധിയിലാക്കുന്നതും സാഹചര്യം വരെ സൃഷ്ടിക്കുകയും ചെയ്തു. ഐശ്വര്യ, ഇതിൽ ഈ ഏറ്റവും ഒടുവിൽ പറയുന്നു ഈ മാഫിയയുടെ പിടിയിൽപ്പെടുന്ന ഒരാളായി നിഖിൽ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ SFIയുടെ മുഴുവൻ പ്രവർത്തകർക്കും പാഠമാകുന്ന രീതിയിൽ നിഖിൽ തോമസിനെ SFIയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നാണ് ഇവർ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ SFI പ്രവർത്തകർക്ക് ആകെ ഒരു സന്ദേശം എന്ന നിലയിലാണ് ഈ നടപടി എന്നാണോ ഇപ്പോൾ നേതാക്കൾ വിശദീകരിക്കുന്നത്? അത്തരത്തിലുള്ള വിശദീകരണം തന്നെയാണ് SFI നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. കാരണം ഇത്തരത്തിൽ ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ഒരു മാഫിയ സംഘമാണ്. ആ പ്രതിരോധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദം മുന്നോട്ട് വെച്ച് പ്രതിരോധിക്കുകയാണ് SFI. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മാഫിയ സംഘത്തിന്റെ സഹായത്തോടെയാണ് സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്ന ഒട്ടനേകം ചെറുപ്പക്കാരിൽ ഒരാളായി നിഖിൽ തോമസ് മാറി എന്നാണ് SFI മനസ്സിലാക്കിയത്. SFI പ്രവർത്തകർക്കുള്ള സന്ദേശം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ മാഫിയ സംഘങ്ങളുമായി ഇടപെടുകയും സംഘടനയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിഖിലിനെ SFI പുറത്താക്കിയിരിക്കുന്നത്, നടപടിയെടുത്തിരിക്കുന്നത്. പക്ഷേ നിഖിലിന്റെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റും തുടർന്നുണ്ടായ കാര്യങ്ങളും അതിൽ മൂലം SFIക്കുണ്ടായ പ്രതിസന്ധി ഇതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുമോ എന്നത് ചോദ്യമായി അവശേഷിക്കുന്നു. ഐശ്വര്യാനിലാണ് വിവരങ്ങൾ നൽകിയത്. വ്യാജരേഖ ചമച്ചതിന് നിഖിൽ തോമസിനെതിരെ കേസ്. കായംകുളം പോലീസാണ് കേസെടുത്തത്. നിഖിലിനെ മാത്രമാണ് പ്രതി ചേർത്തത്. പ്രിൻസിപ്പൽ നൽകിയ മൊഴിയിൽ CPM നേതാക്കൾക്കെതിരെ ആരോപണമില്ല. പോലീസ് സംഘം കലിംഗ സർവകലാശാലയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, പോലീസ് നടപടിയും തുടങ്ങിയിരിക്കുന്നു. മറ്റ് മാർഗം ഇല്ല, ആ രീതിയിൽ വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ നിഖിൽ മാത്രമാണ് പ്രതി എന്ന സാഹചര്യം എങ്ങനെയാണ്? രേണുക, തീർച്ചയായും ഇന്ന് MSM കോളേജ് മാനേജർ ഉന്നയിച്ച ആരോപണം അതിശക്തമായ ഒരു ആരോപണമാണ്. അതായത് CPM നേതാവിന്റെ
ശുപാർശയുടെ മേലാണ് നിഖിൽ തോമസിന് കോളേജിൽ അഡ്മിഷൻ നൽകിയത് എന്നുള്ളതാണ്. അത്തരം ഒരു ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഇടപെടൽ ഇതിനകത്തുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്നത് ഒരുപടി കൂടി കടന്ന നിഖിൽ തോമസിന് വേണ്ടി ശുപാർശ ചെയ്തത് CPM നേതാവാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത് കായംകുളത്ത് നിന്നുള്ള സിൻഡിക്കേറ്റ് അംഗമാണോ എന്ന് ചോദ്യം ഉന്നയിച്ചപ്പോൾ അത്തരത്തിലല്ല, മറിച്ച് അത്തരത്തിൽ അദ്ദേഹം ചിരിക്കുകയാണ് ആദ്യം ഉണ്ടായത്. അതിനുശേഷം ആ പേര് വെളിപ്പെടുത്താനാവില്ല, അദ്ദേഹം സജീവമായ രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സം നിൽക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് വിവരിച്ചത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കുന്നു. ഇപ്പോൾ കായംകുളത്ത് നിന്നുള്ള അന്വേഷണ സംഘം കലിംഗ യൂണിവേഴ്സിറ്റിയിൽ എത്തുകയും അവിടുന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് FIR അടക്കമുള്ള നടപടിയിലേക്ക് പോയിട്ടുള്ളത്. വഞ്ചനാ കുറ്റമാണ്, വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മളോട് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ആദ്യഘട്ടത്തിൽ നിഖിലിനെ മാത്രം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഒപ്പം ഇന്ന് മൊഴിയെടുക്കാൻ പോയതിനകത്ത് ഈ CPM നേതാക്കന്മാർക്കെതിരെ യാതൊരുവിധ ആരോപണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് CPM നേതാക്കന്മാർക്ക് CPM നേതാക്കന്മാർക്കെതിരെയുള്ള ഒരു മൊഴി കോളേജ് മാനേജ്മെന്റോ അല്ലെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പളോ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ കോളേജിന്റെ ഭാഗത്തുനിന്നൊരു സംരക്ഷണം CPM നേതാക്കന്മാർക്കുണ്ടോ എന്നുള്ളത് ആണ് നോക്കേണ്ടത് വരും ദിവസങ്ങളിൽ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. നിഖിൽ തോമസ് കലിംഗ സർവകലാശാലയിൽ പഠിച്ചിട്ടില്ലെന്ന് രജിസ്ട്രാർ സന്ദീപ് ഗാന്ധി ന്യൂസ് 18നോട്. രേഖകൾ പരിശോധിച്ച ശേഷമാണ് രജിസ്ട്രാറുടെ പ്രതികരണം. मैं डॉक्टर संदीप गांधी कलिंगा यूनिवर्सिटी रायपुर में कुलसचिव के पद पर कार्य करता हूं। मैं ये स्पष्ट करना चाहता हूं कि हमारे विश्वविद्यालय में निखिल थॉमस नाम का कोई भी विद्यार्थी बीकॉम पाठ्यक्रम में अध्ययन नहीं कर रहा था. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ SFI നേതാവ് നിഖിൽ തോമസിനായി ശുപാർശ ചെയ്തത് CPM നേതാവെന്ന് കായംകുളം MSM കോളേജ് മാനേജർ. രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും എന്നതിനാൽ പേര് വെളിപ്പെടുത്തുന്നില്ലെന്നും ഹിലാൽ ബാബു പറഞ്ഞു. പ്രവേശന തീയതി അവസാനിച്ച് 3 ദിവസത്തിന് ശേഷമാണ് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് നിഖിൽ PG പ്രവേശനം നേടിയതെന്നും യോഗത്തിന്റെ മിനിറ്റ്സ് ന്യൂസ് 18 ലഭിച്ചു. സംഭവം വിവാദമായതോടെ കായംകുളത്തെ പാർട്ടി നേതൃത്വം നിഖിലിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. നിഖിൽ തോമസിനായി രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിച്ച MSM കോളേജ് മാനേജർ ഒരു പടി കൂടി കടന്ന് പ്രവേശനത്തിനായി ശുപാർശ ചെയ്തത് കായംകുളത്തെ CPM നേതാവാണെന്ന് തുറന്നു പറഞ്ഞു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം KH ബാബുജാനാണോ നിഖിലിനായി എത്തിയതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പാർട്ടിയിൽ സജീവമായി നിൽക്കുന്നവരുടെ രാഷ്ട്രീയ ഭാവി കളയാൻ താൻ മുതിരുന്നില്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ പ്രശ്നമുണ്ടായിരിക്കുന്ന വിദ്യാർത്ഥിക്ക് സംരക്ഷണം കൊടുത്ത പാർട്ടി നേതാവ് ആരാണ്? അത് നാളെ അദ്ദേഹം എന്നോട് ചോദിച്ചാൽ സാറിന് ഞാൻ ദേശീയമായിട്ട് ചോദിച്ച കാര്യം പരസ്യപ്പെടുത്തി എന്നെ അപമാനിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ മാനേജറുടെ പ്രതികരണം കൂടി പുറത്തുവന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലായ CPM കായംകുളം നേതൃത്വം നിഖിലിനെ പൂർണ്ണമായും തള്ളി. നിഖിൽ പാർട്ടിയെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് കായംകുളം ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ പറഞ്ഞത്. നിഖിൽ തോമസ് തെറ്റായ രൂപത്തിലാണ് അഡ്മിഷൻ വാങ്ങിയതെങ്കിൽ അത് പാർട്ടിയോട് കാണിച്ച ചതിയാണ്, വഞ്ചന. വ്യാജമായ ഒരു സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടലും പാർട്ടി നേതാക്കന്മാർ നടത്തിയിട്ടുണ്ടാവില്ല. അതേസമയം നിഖിൽ തോമസ് PG പ്രവേശനം നേടിയത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിന് ശേഷമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവന്നു. പ്രവേശന തീയതി അവസാനിച്ച് 3 ദിവസത്തിന് ശേഷമാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടകൾക്ക് പുറമെയാണ് നിഖിലിന്റെ PG പ്രവേശനം പരിഗണിച്ചത്. 2022 ജനുവരി 20 യോഗം. മിനിറ്റ്സിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. നിഖിൽ കായംകുളത്തു നിന്നുള്ള CPM നേതാവായ സിൻഡിക്കേറ്റ് അംഗം KH ബാബുജാൻ എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSU ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 ആലപ്പുഴ. CPMനെയും സർക്കാരിനെയും തുടർച്ചയായി പ്രതിസന്ധിയിലാക്കി SFI. വിദ്യാർത്ഥി സംഘടനയുടെ വഴിതെറ്റിയ പോക്കിൽ കടുത്ത അതൃപ്തിയാണ് CPM നേതൃത്വത്തിനുള്ളത്. SFIയെ അടിയന്തരമായി നിയന്ത്രിച്ച് നേർവഴിക്ക് കൊണ്ടുവരണമെന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ്. SFIയെ കർശനമായി നിരീക്ഷിക്കാൻ CPM സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി. രക്തം ചിന്തിയ എണ്ണമറ്റ സമരങ്ങൾ, നാടേറ്റെടുത്ത മുദ്രാവാക്യങ്ങൾ,
പഠനവും പോരാട്ടവും ഒപ്പം ചേർത്ത് വിദ്യാർത്ഥി മനസ്സുകളിൽ പടർന്നു പന്തലിച്ച പ്രസ്ഥാനം. ക്യാമ്പസുകളിൽ നിന്ന് CPM-ലേക്ക് കേഡർമാരെയും അതുവഴി ശക്തരായ ജനനായകരെയും സംഭാവന നൽകിയ വിദ്യാർത്ഥി സംഘടന. എന്നും CPM-ന്റെ ശക്തി സ്രോതസ്സായിരുന്നു സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന SFI. ആ സംഘടന കഴിഞ്ഞ കുറേ നാളായി വാർത്തകളിൽ നിറയുന്നത് മോശം പ്രവർത്തികളുടെ പേരിലാണ്. യൂണിവേഴ്സിറ്റി കത്തിക്കുത്ത്, PSC പരീക്ഷയിലെ ആൾമാറാട്ടം, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ആൾമാറാട്ടം, മഹാരാജാസ് കോളേജിലെ വ്യാജ സർട്ടിഫിക്കറ്റ്, ആലപ്പുഴയിലെ വ്യാജ ബിരുദം വരെ. പാർട്ടിയിൽ തെറ്റുതിരുത്തൽ രേഖ നടപ്പാക്കാനിറങ്ങിയ CPM നേതൃത്വം വിദ്യാർത്ഥി സംഘടനയിലെ അപജയവും അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ തിരുത്തലിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ സംഭവവികാസങ്ങളോടെ SFI-യിൽ കടുത്ത നിയന്ത്രണം വേണമെന്ന നിലപാട് പാർട്ടിയിൽ ശക്തമാവുകയാണ്. ഇவ்விധം മുന്നോട്ടു പോയാൽ സംഘടന തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ആശങ്കപ്പെടുന്നവരും CPM-ൽ കുറവല്ല. SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ തുടർച്ചയായ വിവാദങ്ങളിൽ പെടുന്നതും നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നു. ആലപ്പുഴ സംഭവം തന്നെ ഇത്രയും വഷളാക്കിയത് ആർഷോയുടെ അപക്വമായ ഇടപെടലാണെന്ന വിമർശനവും ശക്തമാണ്. SFI-യിൽ സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് തന്നെ നേതൃത്വത്തിൽ അഴിച്ചുപണി വേണോ എന്ന കാര്യവും CPM നേതൃത്വം ഗൗരവമായി ആലോചിക്കുന്നതായാണ് സൂചന. ഇരുത്തം വന്ന പക്വമതികളായ നേതാക്കളായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ SFI-യെ നയിച്ചിരുന്നത്. പ്രായപരിധിയിൽ ഇളവ് വന്നതോടെ അത്തരം നേതൃത്വവും സംഘടനയ്ക്ക് അന്യമായി. ഇതും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കരുതുന്നവരുണ്ട്. സർക്കാരിനെയും പാർട്ടിയെയും നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന SFI-യെ എങ്ങനെ തിരുത്താമെന്ന വലിയ ചോദ്യത്തിനാണ് CPM ഉത്തരം തേടുന്നത്. SFI-യെ ഒരു വികാരമായി കൊണ്ടു നടക്കുന്നവരാണ് സർക്കാരിനെയും CPM-നെ നയിക്കുന്നവരിൽ ഭൂരിഭാഗവും. CPM അതിന് ഏറ്റവും സ്വാധീനമുള്ള ബഹുജന സംഘടനയെ കണക്കാക്കുന്നതും SFI-യെയാണ്. ആ സംഘടനയാണ് ഇന്ന് CPM-ന് നിരന്തരം നാണക്കേടുണ്ടാക്കുന്നത്, സർക്കാരിന് ബാധ്യതയാകുന്നത്. തിരുത്തൽ അത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെന്ന ചോദ്യം CPM-ൽ ശക്തമാകാൻ കാരണവും അതുതന്നെയാണ്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. SFI-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായാൽ എന്ത് തട്ടിപ്പും നടക്കും. പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ അധ്യാപകരാകാമെന്നും ഗവർണർ. SFI മെമ്പർഷിപ്പ് എന്നത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്താനുള്ള പാസ്പോർട്ടാണെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. നിഖിലിന് വേണ്ടി ശുപാർശ ചെയ്ത സിൻഡിക്കേറ്റ് മെമ്പർ ആരാണെന്ന് രമേശ് ചെന്നിത്തല. KH ബാബുജാൻ ആണോ സിൻഡിക്കേറ്റ് അംഗമെന്നും ചെന്നിത്തല ചോദിച്ചു. നിഖിലിന് വേണ്ടി ശുപാർശ ചെയ്തെങ്കിൽ ബാബുജാൻ രാജിവെക്കണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അരക്ഷിതാവസ്ഥയെയാണ് ഇത് തെളിയിക്കുന്നതെന്നും ചെന്നിത്തല. SFI-യുടെ പേരിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ ന്യായീകരിക്കുന്നതാണ് CPM-ന്റെ നിലപാടെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. BCom പാസ്സാകാത്ത ഒരാളാണ് MCom-ന് പ്രവേശനം നേടിയത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിൻബലത്തോടുകൂടിയാണ് പ്രവേശനം. ആരെ ഭയന്നിട്ടാണ് MSM കോളേജിലെ മാനേജ്മെന്റ് ഇത് പുറത്തുവിടാത്തതെന്ന് ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. കേരളത്തിലെ മികവിനെ കേന്ദ്രമാക്കുന്നതിന് മുൻപ് SFI-യെ പുറത്താക്കണമെന്നും V. മുരളീധരൻ പറഞ്ഞു. SFI മുൻ നേതാവ് K. വിദ്യ അട്ടപ്പാടി സർക്കാർ കോളേജിൽ നൽകിയത് വ്യാജരേഖകളെന്ന് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. പ്രവൃത്തി പരിചയരേഖയിലെ ഒപ്പും സീലും വ്യാജമാണെന്ന് കണ്ടെത്തി. വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു. വാർത്തകൾ തുടരുന്നു. KPCC പ്രസിഡന്റ് K. സുധാകരനെതിരെ വഞ്ചനാ കേസിൽ തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച്. പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് DYSP YR റസ്റ്റം പറഞ്ഞു. ഈ കേസിൽ ഒന്നാം പ്രതിയായ പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മൌങ്കലിനെ വിയ്യൂർ ജയിലിൽ ചോദ്യം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ പോക്സോ കേസിൽ സുധാകരനെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള പരാതിയോ മൊഴികളോ ഇല്ലെന്നും DYSP വ്യക്തമാക്കി. സുധാകരനെതിരെ മൊഴി നൽകാൻ മോൺസനെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 23-നാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സുധാകരന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം ഡോക്യുമെന്റ്സും കൊടുത്തിട്ട് നമുക്ക് മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ K. സുധാകരനെതിരെ തെളിവുണ്ടോ? നിലവിൽ ഈ ഗൂഢാലോചന, ഈ പൈസ വാങ്ങിയെന്നുള്ളതിൽ തെളിവുണ്ടോ? അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ഇപ്പോൾ നമ്മൾ കുറേ ശേഖരിച്ചിട്ടുണ്ട്. അത് നാളെ ബഹുമാനപ്പെട്ട കോടതി മുമ്പായി സമർപ്പിക്കാനുള്ളതാണ് മുൻകൂർ ജാമ്യത്തിനായിട്ട്. മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് പോക്സോ കേസിലും മറ്റു കേസിലുമാണ്. അയാളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പത്രക്കാർ മുമ്പിൽ ആൾ പറഞ്ഞതാണ് സുധാകരൻ സാറിന് യാതൊരു പങ്കുമില്ല എന്ന്. പിന്നെ അതിനുശേഷം അത് ചോദിക്കേണ്ട പ്രസക്തി എന്താണെന്ന് മനസ്സിലായില്ല. അതിലുപരി അയാൾക്ക് ജീവപര്യന്തം അതും
ജീവിതത്തിൻ്റെ ബാലൻസ് മുഴുവനും ജീവനും തടവ് ശിക്ഷിച്ച ഒരു പ്രതിയാണ്. അപ്പോൾ അയാൾക്ക് പിന്നീട് വീണ്ടും അതേ കേസിൽ പോക്സോ കേസിൽ വേറൊരാൾക്ക് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട ഒരു തെളിവിൻ്റെ സാധ്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ട് ആളെ ഭീഷണിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല നമുക്ക്. കാര്യം ഇയാളെ നമ്മൾ ധാരാളം സമയം കസ്റ്റഡി എടുത്തിട്ടുണ്ട്, ധാരാളം സമയം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്കൊരു പ്രസക്തി വരുന്നില്ല അതിൽ. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ആരോപണത്തിനെതിരെ KPCC പ്രസിഡന്റ് K സുധാകരൻ കോടതിയിലേക്ക്. MP ഗോവിന്ദനും ദേശാഭിമാനി പത്രത്തിനുമെതിരെ മാനനഷ്ട കേസ് നൽകും. വ്യാജ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് KPCCക്കും പരാതി നൽകും. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും നടത്തിയ ചർച്ചയിലാണ് ധാരണ. പൊതുപ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമൂഹം സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ടെന്ന ബോധം പൊതുപ്രവർത്തകർക്ക് ഉണ്ടാകണം. മോൺസനുമായുള്ള ബന്ധത്തിൽ സുധാകരന് ദുരുദ്ദേശമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകന്മാർ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം തന്നെ ആലോചിക്കണം. നമ്മുടെ ഓരോ ചെറിയ ചലനങ്ങൾ പോലും സമൂഹം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നു എന്ന കാര്യം പൊതുപ്രവർത്തകന്മാരൊക്കെ തന്നെ മനസ്സിലാക്കണം. KPCC പ്രസിഡന്റ് അവിടെ പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കെല്ലാം തന്നെ വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയല്ല അവിടെ പോയത് എന്ന് വ്യക്തമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇന്നു മുതൽ. രാവിലെ പുറപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യൻ സമയം പുലർച്ചെ വാഷിംഗ്ടണിലെത്തും. നാളെ UN ആസ്ഥാനത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. വ്യാഴാഴ്ചയാണ് മോദിക്ക് വൈറ്റ് ഹൌസിൽ ഔദ്യോഗിക സ്വീകരണം ഒരുക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിനെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പ്രസിഡന്റായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണനും പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനും ശേഷം അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണമനുസരിച്ച് സ്റ്റേറ്റ് സന്ദർശനത്തിനെത്തുന്ന ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. വാഷിംഗ്ടണിലെ ആൻഡ്രൂസ് വ്യോമത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹം സ്വീകരിക്കും. നാളെ UN ആസ്ഥാനത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. വ്യാഴാഴ്ചയാണ് മോദിക്ക് വൈറ്റ് ഹൌസിൽ ഔദ്യോഗിക സ്വീകരണം. ടാർമാക്കും ആചാരവെടിയും ഉൾപ്പെടുന്ന ചടങ്ങുകൾ. നിർണായക മോദി ബൈഡൻ കൂടിക്കാഴ്ചയിൽ ജെറ്റ് എഞ്ചിൻ നിർമ്മാണ കരാറിലടക്കം ധാരണയിലെത്തും. അന്ന് അമേരിക്കൻ കോൺഗ്രസിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. വൈറ്റ് ഹൌസിലെ അത്താഴവിരുന്നിൽ 100 കണക്കിന് അതിഥികളും എത്തും. വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഉൾപ്പെടെ നിരവധി പ്രമുഖരെയും പ്രധാനമന്ത്രി കാണും. റൊണാൾഡ് റീഗൻ സെന്ററിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി പിന്നീട് ഈജിപ്തിലേക്ക് പുറപ്പെടും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. എയർപോർട്ട്, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, വൈറ്റില മൊബിലിറ്റി ഹബ്, റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം ജിയോയുടെ അതിവേഗ 5G ഡാറ്റ 10 മടങ്ങായി. 5G സേവനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ജിയോ മറ്റു സർവീസ് ദാതാക്കളേക്കാൾ ഡൗൺലോഡ്, അപ്ലോഡ് വേഗതയിലും വീഡിയോ സ്ട്രീമിംഗ്, ഗെയിമിംഗ്, കോൾ കണക്ടിവിറ്റി എന്നിവയിലും വളരെ മുന്നിലാണ്. കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയ 5G സേവനം 6 മാസങ്ങൾക്കുള്ളിലാണ് ഇത്രയധികം സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും 35 നഗരങ്ങളിലും നിരവധി ടൗണുകളിലും 5G സേവനങ്ങൾ ലഭ്യമാക്കിയ ആദ്യത്തെ ടെലികോം ദാതാവാണ് റിലയൻസ്. ഡിസംബർ അവസാനത്തോടെ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും താലൂക്കുകളിലും ജിയോ ട്രൂ 5G സേവനങ്ങൾ ആരംഭിക്കും.